KFC കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വെറുതെ അങ്ങോട്ട് പറയാം. എന്താ പോലെ കഥ? മധുരമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവർക്ക് മധുരം ഇല്ലാത്തതുകൊണ്ട് ഏതായാലും നല്ല മട്ടയിക്കണം. എന്താ ഒരു പൊറിഞ്ഞിട്ടിക്കണം. അപ്പൊ ഞങ്ങള് നേരെ കുറേയിൽ പോയിട്ട് അവിടെ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. കുറെ ദിവസമായി അവിടെ ഐസ്ക്രീം കഴിക്കണമെന്നല്ലേ. എന്തായാലും പോയോട്ടെ ഞങ്ങൾ. ഓക്കെ, KFC വാങ്ങി തരണ്ട കാക്കു, എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കില്ല, എനിക്ക് വിശപ്പില്ലേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ പറയണ. എന്താ കഥ? ഡെലിവറി ഉണ്ട്. ഞാൻ KFC കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വെറുതെ അങ്ങോട്ട് പറയാം. എന്താ പോലെ കഥ? KFC വേണ്ട എനിക്ക്. നിങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ച് ഞാൻ ഇങ്ങനെ തിന്ന് ഫുള്ള് തടിച്ചൊന്നുമില്ല. തടിച്ചവർക്കല്ലേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഐസ്ക്രീം തിന്നാൻ പോരാണ് അല്ലേ? എവിടുക്കാ? KFCക്കാണ് ഐസ്ക്രീം തിന്നാൻ പോരാ. ഞങ്ങൾ പറയും കുറേർക്ക് ഐസ്ക്രീം തിന്നാൻ പോകുന്നതാണ്, KFCക്ക് അല്ല. എന്താണ് തിരക്ക? ഫുള്ള് മാരക തിരക്കാട്ടോ. എങ്ങനെ പോകുന്ന എടുക്ക? അത്രയും ആൾക്കാരവിടെ. അപ്പൊ ഇനി അടുത്ത് റിച്ച് ചോക്ലേറ്റ്, ഇത് കുറച്ചെടുക്കട്ടെ നമുക്ക്. അത് എടുത്താ എടുത്തുകൊണ്ടാ സാധനം വരുന്നവന്. മതി മതി മതി. സുഹൃത്തുക്കളെ, ഇത് കിട്ടിക്കണ് വാനിലയും അല്ല ചോക്ലേറ്റും മറ്റേ സ്ട്രോബെറിയും എടുത്തിട്ടില്ലേ. ഇനി കുറച്ച് നമുക്ക് വാനിലയോട് എടുക്കാം. നമുക്കിത് മതി, ഇത് മൂന്നും എടുക്കാം. ഇനി വല്ലാണ്ട് വലിച്ചു വരുന്നില്ല. മധുരമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവർക്ക് മധുരം ഇല്ലാത്തതുകൊണ്ട് കുത്തി തിരക്കാണ് ഇതിലേ. അടോ കണി കുഞ്ഞാനെ ഇന്നത്തെ കാട്ടണേ ആൾക്കാരെ അടികൂടെ കുത്തി തിരക്കി എടുക്കണം. അവിടെ കണി ഇല്ലതൊക്കെ വലിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിന്നാൻ പറ്റുന്നില്ല. അങ്ങനെ കാണാൻ രസം കൊണ്ട് എടുത്ത് തിന്നാണ്. നമ്മളാൾക്കാരെത്തി. സുഹൃത്തുക്കളെ, നമ്മൾ കഴിച്ചോട്ടെ. പിന്നെ അങ്ങനെ വലിച്ചു വാരി ഇടുന്നുണ്ട്. അല്ല വില എന്താവും? അല്ല ന്യൂട്ടല്ലേനെ ആദ്യം. ഇപ്പൊ ന്യൂട്ടെല്ലാം മാറിക്കണം കേട്ടോ. കുറച്ച് കൂടായി പയിക്കണോല്ലേ തോന്നണേ. ഇന്ത്യ കഴിച്ചാ അതെന്താണ് നോക്കണ്ടോ? ഒക്കെ വലിച്ചു വാരി ഇടുന്നുണ്ട്. എടുത്താ കാണില്ല. മതി മതി. എന്താ ഒരു പൊറിഞ്ഞിട്ടിക്കണം. അല്ല ഇതൊന്നും മാടിയില്ലേ. അതിനെന്താ നമ്മക്ക് എടുക്കട്ടെ സാധനം. ആരുടെ ഫോൺ അടിച്ചണേ? ചേട്ടാ പോരെ. പിന്നെ നമ്മള് എന്താ അവസ്ഥ സുഹൃത്തുക്കളെ? കുഞ്ഞാൻ എൻ്റെ കൂടി വെക്ക്. അല്ലേ ഇനിയിപ്പോ ആയിട്ട് അപ്പൊ ഇത് തിന്നിട്ട് ഓൻ്റെ അടിച്ചത്ര എന്തൊക്കെ വർത്താനപ്പോ. എന്തായാലും നമ്മൾ തിന്നു നോക്കട്ടെ സാധനം എത്ര രൂപയാവും നോക്കട്ടെ. എടുത്തിട്ടിക്കണതേക്ക് ഞാനൊരു കാര്യം പറയട്ടെ, സംഭവം കുഴപ്പമില്ല. പക്ഷെ ജനുവരി റിവ്യൂ അപ്പൊ എന്താ സ്ട്രോബെറി മാംഗോ ഇതൊക്കെ എടുത്തിക്കാണ്. ഇതൊക്കെ പറയുന്നത് വെജാണ്. അതായത് സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നോൺ വെജാണ് വരിക. അല്ല നോൺ വെജ് അല്ല, വെജിറ്റേറിയൻ വരിക. അപ്പോ എന്താ എന്റെ അഭിപ്രായം? ഇത് പറയേ. കിടിലനാ കുഞ്ഞോന് പറയണ കിടിലനാ അത്രേ. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്താ പറയാ, അങ്ങനെ ജെന്യൂൻ റിവ്യൂ ഞാൻ പറഞ്ഞില്ല. അതായത് കുഴപ്പമില്ല എന്നല്ല. എന്താ പറഞ്ഞ വെച്ചാല് നമ്മൾ ഇന്നാൾ തിന്ന കുറച്ചുകൂടി ക്വാണ്ടിറ്റി നല്ല ഉഷാറായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോണ്ട്. മുന്നേ നല്ല ക്വാണ്ടിറ്റി വിളിച്ചത്. മുന്നേ ന്യൂട്ടല്ലേന് തന്നിന്, ചോക്ലേറ്റിന്റെ ഇതായിങ്ങാണ്ട് ന്യൂട്ടല്ലേ തന്നിന് ടോപ്പിങ്ങില്. ഇപ്പൊ അവര് തന്നിട്ട് ഏതാണെന്നറിയോ? വേറെ ഏതോ സാധനമാണ് അവര് തന്നിട്ടുള്ളത്. അതായത് ന്യൂട്ടല്ലിന്റെ ഒരു കോപ്പി സാധനം. അത് മാറ്റുണ്ട് ഇപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ കഥകള്. ഐസ്ക്രീമും ടേസ്റ്റും മാറ്റുണ്ട്. ഏതായാലും നല്ല മട്ടയിക്കണം.
എനിക്ക് പറ്റിക്കണ് പേഴ്സണലി എനിക്ക് പറ്റിക്കണ്. പിന്നെ എന്താ വെച്ചാല് വലിയൊരു ഗുണല്ല. എന്നാലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയണ കേട്ടോ. റൂമിൽ ഇരുന്നപ്പോ വിളിച്ചു കൊടുന്നാണ് ഇത് തിന്നാൻ പറഞ്ഞാണ്ട് അല്ലേ. ഇതെന്തായി എന്തായി മേലെ പൊട്ടിക്കൂടി അങ്ങനെ ഉണ്ടല്ലോ. നല്ലൊരു അല്ലേ. ഇനിയിപ്പോ സംഭവം അടിപൊളിയാണ്. പക്ഷെ ഒരു ടേസ്റ്റ് മാറ്റിക്കും അല്ലേ. ക്വാണ്ടിറ്റി സാധനത്തിന്റെ ക്വാണ്ടിറ്റി ഇതൊക്കെ മാറിക്കണം. ഇങ്ങനെയാണ് ഓരോ മഫ്ത ചിക്കല്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. മനസ്സിലായില്ലേ? Guys, ഞങ്ങൾക്ക് പെണ്ണില്ല. സോഷ്യൽ മീഡിയ അല്ല. അതെ, സോഷ്യൽ മീഡിയ ഒന്നും അല്ല ജീവിതം. പാടന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ പറയും ഞാനിന്ന് വന്നിട്ട് പെണ്ണില്ല, ഞമ്മക്ക് പെണ്ണില്ല. പിന്നെ പറയും വെറും കാളാണ് സുഹൃത്തുക്കളെ. കോളിങ്ങിലാണ് സുഹൃത്തുക്കളെ. കുഞ്ഞൻ വെറും കോളിങ്ങിലാണ്. 24 മണിക്കൂറും കോളിങ്ങിലാണ്. എപ്പോ വിളിച്ചാലും ബിസിയാണ്. ഇല്ല കാര്യം പറയാലോ. ഇല്ല കാര്യമാണ് അറിയാം. നമ്മൾ തിന്നപ്പോ അല്ല അവസാനം എത്തിയപ്പോ എനിക്കൊരു ടേസ്റ്റ് ഒന്നും എനിക്കൊരു ഗുണം കിട്ടിയില്ല. എന്താണാവോ ഇനിയിപ്പോ ഓരോ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും സാധനങ്ങൾ മാറ്റോണ്ടാണാവോ. ഫ്ലേവർ ഒന്നും ഒരു രസമല്ല. എല്ലാ ഫ്ലേവറും ഒരു സുഖമല്ല. എന്താ ചെയ്യാ, അതാണ് അവസ്ഥ.